ഇവിടെ ഉണ്ടായ സംഭവം വളരെ ദാരുണമാണ്. നമ്മളെല്ലാം വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും ആണ്. വളരെ ദുഃഖകരമാണ് 3 പേരുടെ വേർപാടെന്ന് പറയുന്നത്. ആ സംഭവത്തിൽ പൊതുവിൽ നമ്മളെല്ലാം ദുഃഖിക്കുന്നു. ഇത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് അടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പൊതുവെ ആലോചിക്കുകയാണ്. ഇപ്പോൾ മരണപ്പെട്ട വീടുകളിൽ എല്ലാം 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും ഒപ്പം മലബാർ ദേവസ്വത്തിൻ്റെയും പൊതുവിലുള്ള യോജിച്ച ഒരു തീരുമാനം. ദേവസ്വം വകുപ്പ് തന്നെ മുൻകൈ എടുത്ത് യോജിപ്പിച്ച് കാര്യത്തിൽ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വെച്ച് ഒരു വീട്ടിൽ 5 ലക്ഷം രൂപ വെച്ച് ഒരു മരണപ്പെട്ട കുടുംബത്തിൻ്റെ ആശ്രിതർക്ക്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് എല്ലാ ചികിത്സയും ഗവൺമെൻറ് ഉറപ്പാക്കിയിട്ടുണ്ട്. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഗവൺമെൻറ് ആ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് സമയോചിതമായി ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഉറപ്പാക്കുകയും ചെയ്തു. ആ ചികിത്സ പൂർണ്ണമായി സൗജന്യമായി ചെയ്തു കൊടുക്കും. ഒപ്പം അതിൽ ഗുരുതരമായി പരിക്കേറ്റിട്ട് ജോലിക്കൊക്കെ പോകാൻ കഴിയാത്തവരുണ്ട്. അവരെ കൂടി സാമ്പത്തികമായി സഹായിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അത് ഓരോന്നിൻ്റെയും കുടുംബത്തിൻ്റെയും പരിക്കിൻ്റെയും ഒക്കെ സ്ഥിതി മനസ്സിലാക്കി ആ നിലയിൽ ഓരോരുത്തർക്കും ചികിത്സയ്ക്ക് മുന്നോട്ട് ആവശ്യമായി വരുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണോ അതിനാവശ്യമായ സാമ്പത്തിക സഹായവും ചെയ്യും. ഇത്തരത്തിലാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം പൊതുവിൽ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചോളം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശോധിച്ച് റിപ്പോർട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ പൊതുവിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെയാണോ മുൻകരുതൽ സ്വീകരിക്കേണ്ടത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചും പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങളെടുക്കും. ഇതാണ് ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിൽ കൃത്യമായി നാട്ടാന പരിപാലന ചട്ടം പാലിച്ചുകൊണ്ടായിരിക്കണം കൃത്യമായി എഴുന്നള്ളിപ്പെല്ലാം നടക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സുപ്രധാനമായ ഒരു വിധി പറഞ്ഞിരുന്നു. അത് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇത്തരൊരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ എഴുന്നള്ളിപ്പ് നടന്നിരുന്നത്. എന്തായിരുന്നാലും എഴുന്നള്ളിപ്പിന് കൃത്യമായി അകലം പാലിക്കണമെന്നുള്ള കാര്യവും അതുപോലെ തന്നെ നാട്ടാന പരിപാലന ചട്ടം പാലിക്കണം എന്നുള്ള കാര്യവും തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം പരിശോധിച്ച് റിപ്പോർട്ട് തരേണ്ടത് വനം വകുപ്പാണ്. വനം വന്യജീവി സംരക്ഷണ വകുപ്പാണ്. അവരത് കൃത്യമായി ചെയ്യുന്നുണ്ട്. ബഹുമാന്യനായ വനം വകുപ്പ് മന്ത്രി തന്നെ ഇവിടെ വന്ന് ഈ കാര്യങ്ങളിൽ ഇടപെടുകയും ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യത്തിൽ ആ വകുപ്പ് ബന്ധപ്പെട്ട രൂപത്തിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളെടുത്ത് ഭാവിയിൽ നടപ്പാക്കും. നാട്ടാന പരിപാലന ചട്ടം പാലിക്കുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നാണല്ലോ വനംവകുപ്പിൻ്റെ കണ്ടെത്തൽ. അല്ല, എൻ്റെ അവരുടെ ഫൈനൽ റിപ്പോർട്ട് വന്നില്ല. അവർ പ്രാഥമികമായി അന്നേരം കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളെ ഞാൻ മന്ത്രിയായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ. വിശദമായി അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.